ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്നത് പോലെ ഇന്ന് തോണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് 2 കളേഴ്സ് പേപ്പേഴ്സാണ് വേണ്ടത്. ഓരോ പേപ്പറും 1 സെൻറ്റിമീറ്റർ അളവിൽ 7 പീസസ് ആയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് അതിലേതെങ്കിലും ഒരു കളറ് ഇതേപോലെ നേർക്കായിട്ട് ഇങ്ങനെ വെക്കാം, നിരത്തി വെക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ രണ്ടാമത് എടുത്തിരിക്കുന്ന പേപ്പർ ഓരോന്നായിട്ട് ഇടവിട്ടിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ പേപ്പർ പോവാതിരിക്കാനായിട്ട് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന പേപ്പർ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഒന്നിടവിട്ടിട്ട് ഇതേപോലെ താഴേക്കും മുകളിലേക്കുമായിട്ട് ഇങ്ങനെ 7 പീസസ് ഓഫ് പേപ്പേഴ്സും വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനിയുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് 4 സൈഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിലൊരു സൈഡ് എടുക്കുക. എന്നിട്ട് ഓരോ പേപ്പേഴ്സ് ആയിട്ട് ഓരോ പീസ് പേപ്പറും ഇതേപോലെ ഒന്നിൻ്റെ അടിയിൽ ഒന്നായിട്ട് അങ്ങനെ വെച്ച് കൊണ്ടുവരാം. അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ 4 സൈഡും ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 4 സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് കളറാണോ മുകളിൽ വേണ്ടത് ആ വശത്തെ പേപ്പർ മാത്രം ഇതേപോലെ ജോയിൻ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റാണ്. ഇതിന് മുകൾ ഭാഗത്ത് പ്ലെയിൻ ആയിട്ട് കിടക്കാമെന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ബട്ടർഫ്ലൈനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോയിലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.